പറയാച്ചാ എത്തിയാ എന്താന്ന് ആ കടയിലല്ലേ എന്നാ പിന്നെ വല്ല വണ്ടിയും വിളിച്ചു പോ ആ എൻ്റെ അച്ഛൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ കേട്ടില്ല അച്ഛൻ ഒന്ന് വെച്ചിട്ട് പോയാച്ചാ എനിക്കിവിടെ പണിയുണ്ട് ആ ശരി എന്താണ് അമ്മേനെ അച്ഛൻ വിളിച്ചായിരുന്നോ? അപ്പൊ എന്റെ ഫോൺ വേറെ ഫോണിലായിരുന്നേ. ആ നന്നായി അത് മൊത്തം ഇപ്പൊ ഞാൻ കേട്ടല്ലോ കുറച്ച് കഴിയുമ്പോ വിളിക്കും വേറെ കുറച്ചും കേട്ടോ. എന്താ പറ്റി? അച്ഛൻ്റെ വർക്ക് സ്ഥലം ഉണ്ടല്ലോ കോളേജിന്റെ പണിസ്ഥലം അതേതോ മൊട്ടക്കുന്നിന്റെ മണ്ടയ്ക്കാണെന്ന് അവിടെ ഒരു കട പോലും ഇല്ലൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ഇവിടെ കഴിച്ചിട്ട് പോവായിരുന്നല്ലോ. ഇതിപ്പോ ആരെങ്കിലും അറിഞ്ഞോ വെളുപ്പാങ്കാലത്തെ ഓടിപ്പോകുന്നു? ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊരു രാവിലെ 2 ദോശയും കഴിപ്പിച്ച് 2 ദോശ കൊടുത്തും വിടായിരുന്നു, അവിടെ പോയിരുന്ന് കഴിക്കായിരുന്നു. ഞാൻ പറഞ്ഞതാ അമ്മ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ എന്റെ അടുത്ത് ചൂടായി 1 മണിക്കൂർ കൊണ്ട് നീ സദ്യ ഉണ്ടാക്കി തരുമോന്ന്. അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലേ അച്ഛൻ പണിക്ക് പോണ സൈറ്റ് ഏതോ വല്ലാത്ത സ്ഥലത്താന്ന്. അപ്പൊ പിന്നെ ചേച്ചിക്ക് രാവിലെ എണീറ്റ് എല്ലാം വെച്ച് കൊടുത്തുവിടായിരുന്നു. 2 ദോശയും കുറച്ച് ചമ്മന്തിയും ചോറും വെച്ച് കൊടുത്താലും അച്ഛൻ കഴിച്ചിട്ട് പോകത്തില്ലായിരുന്നു. നീ കേട്ടതായിരുന്നല്ലോ, നീ അത് കേട്ടതല്ലായിരുന്നോ? നിനക്ക് വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നു. എന്നാ കൂടുതൽ സംസാരിക്കല്ലേ. പ്രശ്നം എന്ത്? ഓ ഒന്നുമില്ല, അച്ഛന് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടുന്നിടത്തല്ല സൈറ്റ്, അത്രേ ഉള്ളൂ. ആ ഇതിപ്പോ നമ്മളെന്തോന്ന് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാൻ പറ, ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വർക്ക് എടുക്കുന്ന എഞ്ചിനീയർ അടുത്ത് തന്നെ പോലെ അച്ഛൻ പറയാൻ പറ. എന്തത്? ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വർക്ക് എടുക്കാൻ എഞ്ചിനീയർ അടുത്ത് പറയാൻ പറയാന്ന് അച്ഛൻ. ഓ അച്ഛനാ? ആ പറവാലോ. ആ ആ അത് ഓഫീസിൽ നിന്ന് സാറ് വിളിച്ചതാ. എന്തിനാന്ന്? എൻ്റെ കുടുംബവിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തോന്ന് കാര്യം പറ ഒന്ന്. ആ പിന്നെ ഈ കേരളത്തിൽ എവിടെയാണ് ഇപ്പോൾ ഒരു തട്ടുകട പോലും ഇല്ലാത്തൊരു സ്ഥലമുള്ളത്? എവിടെ നോക്കിയാലും കടകളാണ്. എന്നിട്ട് പിന്നെ അവിടെ കടയൊന്നുമില്ലെന്ന് പറയാം. അത് മണ്ടന്മാരോട് പറയണ പോലെയാണ്. ആ എൻ്റെ ബാലും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നാ? പറഞ്ഞിരുന്നെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, കഴിച്ചിട്ട് പോകാമായിരുന്നല്ലോ, 2 കൊണ്ടുപോയാൽ പോരായിരുന്നോ? അതിനിപ്പോൾ എന്തായാലും നാളെ ആവട്ടെ. ഇതിപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെയാണ്. വിഷ്ണുവാ? വിഷ്ണു പറഞ്ഞത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ ഹോട്ടലോ ചായക്കടയോ ഒക്കെ ഉള്ളതിൻ്റെ അടുത്ത് വർക്ക് പിടിക്കാൻ പറഞ്ഞ് എഞ്ചിനീയറുടെ അടുത്ത്. ആ പറ്റുമെങ്കിൽ ഒരു ഹോട്ടലും ഈ വർക്ക് സൈറ്റും ഒരു മതിലിൻ്റെ തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ആ ഇവിടെയൊക്കെ ഉണ്ട്, ഞാൻ കൊടുക്കാം അവൻ്റെ അടുത്ത്. എന്റെ പേര് ഞാനില്ല, ഒന്ന് പോടാ. അമ്മ ഇതിപ്പോ ഉണ്ടല്ലോ വിശപ്പൊന്നും ആയിരിക്കില്ല പ്രശ്നം, നമ്മൾ ഇത്രയും സംസാരിച്ചില്ലേ അതായിരിക്കും അച്ഛനും പ്രശ്നം. അച്ഛൻ പ്രശ്നക്കാരൻ തന്നെ. കൊച്ചേ നീ പറഞ്ഞ ഡയലോഗ് അച്ഛൻ വരുമ്പോ അച്ഛന് മുമ്പിൽ പറയാൻ പറ്റുമോ? പറയും. ആ പറഞ്ഞാ മതി. പറഞ്ഞാൽ പിന്നെ തീരുമാനമായി കിട്ടും പറഞ്ഞ കാര്യം. ആ ഇനിയിപ്പോ എന്തായാലും നമ്മളിപ്പോ സംസാരിച്ചില്ല, അതിനുള്ള അച്ഛൻ വൈകിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. നമ്മൾ കേട്ടോളാം. എന്തായാലും ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല കേട്ടോ. അയ്യോ ഞാൻ പണ്ടേ ഇടപെടൂല, നീ വന്നേ ബാ. പയറ് അമ്മ അച്ഛന് ഇന്ന് മൊത്തം അവിടെ വിശന്നിരിക്കുമല്ലേ? നിങ്ങൾ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. അച്ഛനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും വിട്ട് ഏതെങ്കിലും ഒരു കട തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും കുറച്ച് ഓവർ കാണിക്കൽ കൂടുതലാണല്ലോ. ഇപ്പം നമ്മളുടെ അടുത്ത് നിന്ന് സെൻറ്റി മേടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അതിനാണ് ഈ ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടതാ. കഴിച്ച് തേച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആ വെള്ളം മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. കഴിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഒരു ഭയങ്കര സങ്കടമാണ്.